ഇനി ഇതേപോലുള്ള ബോർഡുകളിലെ കമ്പോണൻ്റ് ഡീസോൾഡറിങ് ചെയ്യാൻ ഇതേപോലുള്ള പമ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഡീസോൾഡറിങ് പമ്പായിട്ട് കമ്പോണൻസ് ഊരിയെടുക്കാൻ ആദ്യം അയൺ വെച്ച് ഡീസോൾഡറിങ് ചെയ്യുകയാണ്. അപ്പോൾ ഡീസോൾഡറിങ് പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ സാധനം ഓൺലൈനായിട്ടാണ് കിട്ടുന്നത്. നാട്ടിലുള്ള കടകളിലൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ സാധനം കിട്ടാനില്ല. ഇപ്പോൾ അടുത്ത് വരുന്നുണ്ടോ അറിയില്ല. കുറച്ച് മുമ്പ് ചോദിച്ചു നോക്കുമ്പോൾ സാധനമൊന്നും കിട്ടാനില്ല. ഈ പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കറണ്ടിന് കൊടുത്ത് അത്യാവശ്യം ചൂടായ ഈ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്യിക്കാം. ചൂടായിക്കഴിഞ്ഞാൽ ഈ നോബ് ഞെക്കിയാൽ സാധനം അങ്ങ് പോരും. ഡീസോൾഡറിങ് ചെയ്യാൻ എളുപ്പമാണ്. കമ്പോണൻസുകളൊക്കെ ഊരിയെടുക്കാനും. വില വരുന്നത് ഏകദേശം ഒരു 700 രൂപ ആ റേഞ്ചിലാണ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. ഇതിൽ കൂടുതലും കുറവും വരുന്നുണ്ട്. ഓൾറെഡി കുറഞ്ഞ മോഡലായിട്ടാണ് എടുത്തത്. PCBയിലെ ട്രാക്ക് പൊട്ടാതെ ഊരിയെടുക്കാനും അല്പം ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഡീസോൾഡറിങ് ചെയ്തെടുക്കാവുന്നതാണ്. പമ്പിൻ്റെ ഒരു പരസ്യമായിട്ട് വന്ന സാധനമാണ്. ഡ്യുവൽ യൂസ് സോൾഡർ. ഇതിലെല്ലാ വിവരണങ്ങളും കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പിക്കും കൊടുത്തിട്ടുണ്ട്. അയൺ അത്യാവശ്യം ചൂടായി വന്നാൽ മാത്രമേ ഈ ലഡ് ഒടിച്ച് ഫുള്ളായിട്ട് പോരുകയുള്ളൂ.